പല ആളുകളും BSNL മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടെലികോം രംഗത്ത് റീചാർജിന്റെ വർധന ഏകദേശം 22% വർദ്ധിച്ചത്. ഈ ജിയോ, എയർടെൽ, അതേപോലെ VI ഈ ജൂലൈ മുതൽ 3 കമ്പനികളുടെ നിരക്ക് നല്ല രീതിക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പ്രതിമാസം റീചാർജ് ചെയ്യുന്ന കസ്റ്റമറിന് ഇത് വലിയൊരു അടിയായി മാറി. ഏകദേശം 70 രൂപ മുതൽ 100 രൂപ വരെ എക്സ്ട്രാ അധികം കൂടി. ഇത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും BSNL മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഈ ജൂലൈ 3 മുതൽ ഇന്നലെ വരെയുള്ള കണക്ക് പോർട്ടിംഗ് ആയത് 1 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ്. ഇത് ഇനിയും കസ്റ്റമേഴ്സ് കൂടി വരത്തേ ഉള്ളൂ. BSNL കസ്റ്റമറിന് ഒതുങ്ങുന്ന പ്ലാനുകളാണ് അവർ പുറത്തു കൊണ്ടുവരുന്നത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലായിടത്തും 4G കണക്ടിവിറ്റി ആയിട്ടില്ല. ഈ 2024 ഡിസംബറോട് കൂടി എല്ലാ ടവറുകളിലും അവർ 4G കൊണ്ടുവരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 5Gയുടെ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് എത്രത്തോളം വസ്തുതയാണെന്നൊന്നും അറിയില്ല. നിലവിൽ ജിയോ 149 റുപ്യൻ്റെ പ്ലാന് അവർ കൂട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതും 189 രൂപയിലേക്ക് റീചാർജ് മാറിയിട്ടുണ്ട്. 28 ദിവസത്തെ കാലാവധി 2GB നെറ്റും കിട്ടത്തേ ഉള്ളൂ. അധികം ആളുകളും BSNL മാറിക്കൊണ്ട് അവരുടെ കസ്റ്റമേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, നല്ലൊരു ഇൻ്റർനെറ്റ് യൂസേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഈ ജിയോയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ VIയിൽ നിന്നും മാറണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർക്ക് ഈ 4G കണക്ടിവിറ്റി എല്ലായിടത്തും എത്തിയിട്ട് മാറിയാൽ മതി. മതിയായ റേഞ്ച് ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം എല്ലായിടത്തും ഒരുപോലെ അവർക്ക് 4G നെറ്റ്വർക്ക് ഇല്ല. എന്നിട്ട് മാറിയാൽ മതി, മതിയായ റേഞ്ച് കിട്ടൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും BSNL മാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ 2 സിം യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സിം നിങ്ങൾക്ക് BSNL മാറിയിട്ട് എങ്ങനെ നിങ്ങളുടെ റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാറിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും BSNL മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ 2 സിം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം ഒന്ന്, ഇപ്പോൾ ഉള്ള ജിയോ ആണെങ്കിൽ ജിയോ നിലനിർത്തി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് കിട്ടുന്ന സിം ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. കാരണം അവരുടെ 4G നെറ്റ്വർക്ക് എല്ലായിടത്തും വന്നിട്ടില്ല. അത് വന്നതിന് ശേഷം അവർ പറയുന്നത് 2024 ഈ ഡിസംബറോട് കൂടി എല്ലാ ടവറിലും 4G നെറ്റ്വർക്ക് വരും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് 5G അവർ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം നമുക്ക് വസ്തുതയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അവർക്ക് കസ്റ്റമേഴ്സ് ഒരുപാടായി കഴിഞ്ഞാൽ അവരെന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോൾ BSNL മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക.